ഹായ് ഫ്രണ്ട്സ്, സാൻട്രം വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പച്ചമുളക് കൃഷി ചെയ്യുന്നവർക്ക് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാണ് പച്ചമുളക് തൈ അങ്ങോട്ട് പറിച്ച് നട്ട് കഴിയുമ്പോൾ തന്നെ അതിന്റെ സ്കിന്ന് ഏറ്റവും മണ്ണിനോട് ചേർന്നിരിക്കുന്ന സ്കിന്ന് തന്നെ ഏതോ ഒരു ജീവി വന്ന് കാർന്ന് തിന്നുന്നു. അവിടെ വെച്ച് അതിന്റെ ആരോഗ്യം ക്ഷയിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ അത് അവിടെ നിന്ന് തന്നെ വളരും. പക്ഷെ കായൊക്കെ ആയി കഴിയുമ്പോൾ അവിടെ നിന്ന് ഒടിഞ്ഞു പോകും. വഴുതനയ്ക്ക് ഇതേ പ്രശ്നം കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളുടെ വീട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ് ഓമത്തണ്ട്, അല്ലെ പപ്പായ തണ്ട്, കപ്പയ്ക്ക തണ്ട് എന്നൊക്കെ പല നാട്ടിൽ പല പേരിൽ അറിയപ്പെടും. നമ്മൾ ഇതിന്റെ ഏറ്റവും താഴെയുള്ള ഇലകളങ്ങ് നുള്ളി മാറ്റുവാണ്. ഈ ചെടിയുടെ ഇത്രയും തണ്ട് കാണുന്ന ഭാഗത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് വേണം ഇത് മുറിച്ചെടുക്കാനായിട്ട്. ഇത്രയും വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇതിന്റെ ഒരു ഭാഗം ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കീറി കൊടുത്തു ഇതിനകത്താക്കി. എന്നിട്ട് ചെറുതായിട്ട്, ഒത്തിരി അങ്ങ് താഴ്ത്തല്ല, വളരെ ലൈറ്റായിട്ടൊന്ന് താഴ്ത്തി കൊടുക്കണം. മണ്ണിൽ ഉറച്ചിരിക്കുന്ന ആ രീതിയിൽ മാത്രം. ഒത്തിരി താഴ്ത്തുവാണെങ്കിൽ വേരിന് പ്രശ്നം വരും. ഇത്രയും. ഇതിപ്പോൾ നമ്മൾ വെച്ചപ്പോൾ തന്നെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വന്ന് കണ്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ കൂടെയും കീടങ്ങളകത്ത് കയറാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുവാണ്. ഇതുപോലെ പപ്പായയുടെ തണ്ട് കിട്ടാത്തവർക്ക് നമ്മൾ സ്ട്രോ ഉണ്ടല്ലോ, വെള്ളം കുടിക്കുന്നതിനും ഒക്കെ ജ്യൂസൊക്കെ കുടിക്കുന്ന ടൈപ്പിലെ സ്ട്രോയെ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. ഞാൻ എന്തായാലും ബാക്കി എല്ലാ ചെടികൾക്കും ഇതൊന്ന് ചെയ്യാൻ പോവാണ്.